വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സൃഷ്ടി ഗ്രന്ഥാലയം വായനാ സദസ്സ് സംഘടിപ്പിച്ചു. മുതുവണ്ണാച്ച GLP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം KR ആതിര ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ നമ്മുടെ ഗ്രന്ഥാലയത്തിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വായനയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലുന്നു എന്നതും വളരെയേറെ അഭിമാനം തോന്നുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ വായനയൊക്കെ അന്യം നിന്ന് പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ എല്ലാവരും ഇപ്പോൾ തന്നെ എല്ലാവരും മൊബൈൽ ഫോണിൽ നോക്കുന്ന ഒരു സമയമാണ്. ആർക്കും വായിക്കാനൊന്നും നേരമില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലകളും വായനശാലകളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാടിനും നമ്മുടെ കുട്ടികൾക്കും തന്നെ നല്ലൊരു കാര്യമായിട്ട് കാണുകയാണ്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഗ്രന്ഥാലയത്തിലൊക്കെ പോയിട്ട് പുസ്തകം വാങ്ങാൻ 5 രൂപ കൊടുത്തിട്ട് വായനശാലയിൽ പോയിട്ട് പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന് വായിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആ വായനയൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥശാലകളും വായനശാലകളൊക്കെ കൊണ്ടൊക്കെ സാധിക്കുമെന്നുള്ളൊരു. ഗ്രന്ഥാലയം പ്രസിഡന്റ് C. രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ T. ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ പ്രഭാതം ജീവിതത്തിലെ സാർത്ഥകമായ ചില നിമിഷങ്ങൾ സമ്മാനിക്കുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഇത് അക്ഷരങ്ങൾക്കും വായനക്കും അറിവിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാതമാണ്. അങ്ങനെയുള്ളൊരു പ്രഭാതത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. നമ്മുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുവാൻ സൃഷ്ടി ഗ്രന്ഥാലയത്തിന്റെ സംഘാടകർക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും പിന്നീട് രാജമാഷത്തെ തന്നെ പരമാവധി ഹയർ സെക്കൻഡറിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അന്ന് തന്നെ പാറക്കടവും ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PM പണിക്കർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും അറിയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ ലൈബ്രറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ പേര് അനുസ്മരിക്കപ്പെടുന്നത്. വലിയൊരു എഴുത്തുകാരൻ എന്നുള്ള നിലക്കോ വലിയൊരു ചിന്തകൻ എന്ന നിലക്കോ അല്ല PM പണിക്കർ അനുസ്മരിക്കപ്പെടുന്നത്. ഗ്രന്ഥാലയങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നാട്ടിൻപുറങ്ങളെ പ്രബുദ്ധതയുടെ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ലൈബ്രറികൾ ഉണ്ടാക്കുകയും നാട്ടിൻപുറത്ത് വായിക്കുന്ന ആൾക്കാർക്കും കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കൊക്കെ വായിക്കാനുള്ള ഒരു സങ്കേതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന നിലക്കാണ് ആദരവോടുകൂടി നമ്മൾ അദ്ദേഹത്തിന്റെ നാമധേയം ഓർമ്മിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ജൂൺ 19 അതിന്റെ ചരമദിനം വായന ദിനമായി ആചരിക്കുകയും സർക്കാർ തലത്തിൽ തന്നെ അങ്ങനെ ഒരു ആലോചന നടക്കുകയും അത് പ്രാവർത്തിക തലത്തിൽ വരികയും പിന്നീട് അത് വായന വാരമായിട്ട് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന രീതിയിൽ. ചടങ്ങിൽ ഗ്രന്ഥാലയത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച മലയിൽ കുഞ്ഞിക്കണ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. രാഘവൻ നമ്പ്യാർ, K. വിജയൻ, KK കുഞ്ഞിക്കണാരൻ, TV ശ്രീധരൻ, VP ഭാസ്കരൻ, KM സുരേഷ്, കുഞ്ഞിക്കണ്ണൻ മലയിൽ, C. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. TV ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് KV അക്ഷയ് നന്ദിയും പറഞ്ഞു. സുബിത അനിൽ, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര.